വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. തുടർന്ന് ഉള്ള ഈ എപ്പിസോഡിലെ ബാക്കിയുള്ള സമയം വലിയ പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടെ ഇത് വാച്ച് ചെയ്യുക. നമുക്ക് ആദ്യമേ തന്നെ ഈ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടി എല്ലാവർക്കും ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, കാനഡയിൽ നിന്നുള്ള മേരി സന്ദീപിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തനിക്ക് നല്ലൊരു ജോലി ലഭിക്കുവാനും മകൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാകുവാനും വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കും. തൃപ്പൂണിത്തുറയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നല്ലൊരു ജോലി ഗ്രിഗോറിയൻ സ്കൂളിൽ തനിക്ക് ലഭിക്കുവാനും വളരെ നല്ല ഒരു ഭാവി അവളുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകാനും കർത്താവെ അങ്ങ് സഹായിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആലുവയിൽ നിന്നുള്ള ബീന ജോളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകൾ രേഷ്മയ്ക്ക് നല്ല ഒരു ജോലി അങ്ങ് നൽകണമേ. അതോടൊപ്പം അനുയോജ്യനായ ഒരു ജീവിത പങ്കാളിയെ അങ്ങ് നൽകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഹരിപ്പാട് നിന്നുള്ള വെൽവിഷർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഭാര്യയ്ക്ക് ബാക്ക് പെയിനിൽ നിന്ന് പരിപൂർണ സൗഖ്യം ഉണ്ടാകാൻ, രണ്ട് കാലുകളിലുമുള്ള ആ വേദന മാറിപ്പോകാൻ, നടക്കുവാനുള്ള ബുദ്ധിമുട്ട് മാറിപ്പോകാൻ അങ്ങ് സഹായിക്കണമേ. ബാംഗ്ലൂരിൽ നിന്നുള്ള ജോയ് POയ്ക്കും കുടുംബത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബിസിനസ് വളരുവാൻ, അതുപോലെ എല്ലാ കടബാധ്യതയിൽ നിന്നും പരിപൂർണമായ ഒരു സ്വാതന്ത്ര്യം ലഭിക്കുവാൻ, നല്ല ആരോഗ്യമുണ്ടാകാൻ ഞങ്ങളിപ്പോൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഓരോ സ്പോൺസറെയും കർത്താവ് തിരുനാമത്തിൽ ഞങ്ങൾ ഈ സമയത്ത് അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. Brother Damien ministering in USA. Festival of Blessing, Santiago, September 11th Friday 7:30 p.m. September 12th Saturday 10:30 a.m. and 6:30 p.m. September 13th Sunday 11 a.m. India Christian Fellowship, Santiago, 13501 Community Road, Poway, California 92064. Call 562-8240-137. New York Blessing Festival, September 19th Saturday 6 p.m. St. Paul's International Lutheran Church, 26222 Union Turnpike, Floral Park, Queens, New York 11004. Call 917-855-2024. Jesus Christ Exalted, Philadelphia, September 20th Sunday 6:30 p.m. New Life Community Church, 2680 Huntington Pike, Huntington Valley, Pennsylvania 19006. Call 21568-03572. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തിരുവനന്തപുരം ആഗസ്റ്റ് 21 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ബിഷപ്പ് പെരേര ഹാൾ, നന്ദാവനം റോഡ്, പാളയം, തിരുവനന്തപുരം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പുനലൂർ ആഗസ്റ്റ് 22 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. എബ്നേസർ ഓഡിറ്റോറിയം, ബിഷപ്പ് ഹൗസിന് സമീപം, പൈനാപ്പിൾ ജംഗ്ഷൻ, പുനലൂർ. മകന് ദൈവം ചെയ്തു കൊടുത്ത ഒരു വിടുതലിനെ കുറിച്ചാണ് ഈ ആൻറ്റി പറഞ്ഞത്. ഓക്കെ. ആൻറ്റിക്ക് ആകെ 3 മക്കളാണുള്ളത്. 2 പെൺകുട്ടികളും 1 ആൺകുട്ടിയും. ഓക്കെ. അവന് ഒരു യുവത്വത്തിലേക്ക് വന്ന ആ പ്രായം മുതൽ ഈ മകൻ ദുശ്ശീലങ്ങൾക്ക് അടിമപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഇവൻ വിവാഹം കഴിഞ്ഞതിന് ശേഷവും ഇതുപോലെ ഒരു മോശം അവസ്ഥയിലാണോ ജീവിച്ചുകൊണ്ടിരുന്നത്. കുടുംബത്തിൽ വലിയ ദുഃഖങ്ങളും പ്രയാസങ്ങളും സമാധാനവും ഒക്കെ ഇല്ലാത്തൊരു നാളുകളായിരുന്നു എന്ന് പറഞ്ഞ് അമ്മയും മകനുമായിട്ട് എപ്പോഴും വഴക്കുണ്ടാകും. അപ്പോൾ തന്നെ ഈ മകനും ഭാര്യയും തമ്മിലും എപ്പോഴും വഴക്കായിരുന്നു. ആരെങ്കിലുമൊക്കെ അമ്മമാർ അതുപോലെ പിതാക്കന്മാർ മക്കളെ ഓർത്ത് പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ ഈ സാക്ഷ്യം 2 കാതുകൊണ്ടും നന്നായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഒരാൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് ആർക്കു വേണ്ടിയും പ്രവർത്തിക്കാൻ യേശുവിന് മനസ്സുണ്ട്, യേശുവിന് കഴിവുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ അമ്മ ഒരു ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കാണുന്ന ഒരു വ്യക്തിയും
ഇതുപോലുള്ള ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയുമാണ്. 2013 നെടുമങ്ങാട് വെച്ച് നടന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ 2013 നെടുമങ്ങാട് വെച്ച് നടന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ അന്ന് ക്ഷമ സിസ്റ്റർ ആയിരുന്നു ശുശ്രൂഷിച്ചതെന്നാണ് ആൻറ്റി പറഞ്ഞത്. അപ്പോൾ ആൻറ്റി ഇവിടെ സാക്ഷ്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പ്രയർ ഡയറിയിൽ എഴുതി വെച്ച് പ്രാർത്ഥിച്ച ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു, അന്ന് കേട്ടു. അപ്പോൾ അന്നത്തെ ആ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ വെച്ച് ആൻറ്റി ഒരു പ്രയർ ഡയറി വാങ്ങിച്ചു. ഓക്കെ. എന്നിട്ട് താൻ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. അതാണ് ഈ പ്രയർ ഡയറിയാണ് ആൻറ്റി വാങ്ങിച്ചത്. 2013 വാങ്ങിച്ചു. ഓക്കെ. എന്നിട്ട് ആൻറ്റി പറഞ്ഞത് അതിലൊന്നും എഴുതി വെച്ച് പ്രാർത്ഥിക്കുവാൻ തോന്നിയില്ല. 2014 ആയപ്പോഴേക്കും വീണ്ടും തനിക്ക് പ്രയർ ഡയറിയിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കണം, ഒത്തിരി പ്രാർത്ഥനകൾ നടന്നതിൻ്റെ ടെസ്റ്റ് മണീസ് താൻ കേട്ടപ്പോൾ തൻ്റെ ജീവിതത്തിലും ഇതുപോലെ നടക്കുമെന്ന് പറഞ്ഞ് താൻ ആ പ്രയർ ഡയറി എടുത്ത് 2014 ഈ മകൻ്റെ വിഷയങ്ങളെല്ലാം എഴുതി വെച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. മകൻ്റെ ദുശീലങ്ങൾ മാറണം, താൻ മടങ്ങി വരണം, ആകെ ഒരു മകനേ ഉള്ളൂ, എൻ്റെ കയ്യിലോട്ട് മടങ്ങി വരണം എന്നുള്ള രീതിയിൽ ഈ അമ്മ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2015 ഒരു വർഷം വീണ്ടും പോയി. അപ്പോഴേക്കും ആ മകൻ്റെ കുടുംബത്തിൽ വീണ്ടും വലിയ ബുദ്ധിമുട്ടുകളായി. അവർ ഭാര്യ ഭർത്താവും തമ്മിൽ വഴക്കായിട്ട് ഭാര്യ ആത്മഹത്യക്ക് ശ്രമിച്ചു. ആ ഒരവസ്ഥ വരെ ഉണ്ടായി. അങ്ങനെ നടന്നു കഴിഞ്ഞപ്പോഴേക്കും ഭാര്യയുടെ വീട്ടുകാർ ഇവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു. പോലീസ് ഏൽപ്പിച്ചപ്പോഴേക്കും ആരും ഏറ്റെടുക്കാനില്ലാതിരുന്നത് കൊണ്ട് പോലീസുകാർ ഈ അമ്മയെ വിളിച്ചു. അതുവരെ അമ്മേനെ കണ്ടാൽ അവൻ ചീത്ത വിളിക്കുകയും എല്ലാം പറയുമായിരുന്നു. പക്ഷെ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഒന്നും മിണ്ടിയില്ല. അമ്മ വിളിച്ചപ്പോൾ അമ്മയുടെ കൂടെ പോന്നു. അവൻ കൂടെ വന്നപ്പോൾ മുതൽ ഈ അമ്മയുടെ ഉള്ളിൽ ഒരു വിശ്വാസം വന്നു തുടങ്ങി, ഇനി എൻ്റെ മകനെ ദൈവം എനിക്ക് തിരികെ തരുമെന്ന്. അമ്മ വീണ്ടും പ്രയർ ഡയറിയിൽ ഈ പ്രാർത്ഥന എഴുതി വെച്ച് വീണ്ടും ശക്തിയോടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. സംഭവിച്ചത് പതിയെ ഈ മകൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുവാൻ തുടങ്ങി. ആദ്യമായിട്ട് അവൻ മദ്യപാനത്തിൽ നിന്നും മോചിതനായി. അവൻ്റെ ദുശീലങ്ങളെല്ലാം മാറി. ഇന്ന് ഈ അമ്മയോടൊപ്പം അവൻ കുടുംബമായി താമസിക്കുകയാണ്. വളരെ സന്തോഷകരമായൊരു കുടുംബജീവിതമാണ് ആ മകൻ ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാക്ഷ്യം വളരെ എൻകറേജിങ് ആണ്. കാരണം മക്കൾ നിയന്ത്രണത്തിൽ നിൽക്കാതെ മോശം കൂട്ടുകെട്ടിൽ പോയാൽ നൊന്ത് പ്രസവിച്ച അമ്മമാർക്ക് എത്ര വലിയ വേദനയായിരിക്കും, ജനിപ്പിച്ച പിതാക്കന്മാർക്ക് എത്ര വലിയ വേദനയായിരിക്കും. എന്നാൽ ഈ സാക്ഷ്യം പരസ്യമായി ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് യേശുവിന് മാറ്റം വരുത്താൻ കഴിയാത്തതായി ഒരു വ്യക്തി പോലുമില്ല. എത്ര വലിയ ദുശീലത്തിൽ പോയാലും യേശുവിന് അങ്ങനെയുള്ളവരെ ഒരു സൽസ്വഭാവികളാക്കി മാറ്റാൻ കഴിയും. കരങ്ങൾ രണ്ടും ഉയർത്തിപ്പിടിക്കാം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഈ അമ്മയോട് ചേർന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൗമാരപ്രായത്തിലും യൗവനപ്രായത്തിലുമുള്ള ഒത്തിരി പേർ, മക്കൾ, പുത്രന്മാരും പുത്രിമാരും കർത്താവെ വഴിവിട്ട്, ദൈവത്തെ വിട്ട്, മാതാപിതാക്കളെ വിട്ട് അനുസരണക്കേടിൽ പാപത്തിൽ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ കൈകളെ ഉയർത്തി അവർക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിച്ച് മോശമായ കൂട്ടുകെട്ടിൻ്റെ സകല കെട്ടുകളും അറുത്തുമാറ്റി അവരെ സ്വതന്ത്രമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്നവരാക്കി മാറ്റണമേ, അനുസരിക്കുന്നവരാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. Brother Damien ministering in UAE. Sharjah Blessing Festival, September 23rd, 2015, Wednesday. Time 7 p.m. to 10 p.m. St. Martin's Anglican Church Hall, Sharjah. Dubai Blessing Festival, September 24th, 2015, Thursday. Time 7 p.m. to 10 p.m. Wide Range Restaurant, Basement Party Hall, near Karama Metro Station, Dubai. Al Nahda Blessing Festival, September 25th, 2015, Friday. Time 5 p.m. to 7 p.m. near Al Mulla Plaza. Office entrance, Hall number 7, Al Nahda, Dubai, UAE. Call 055 741 5618. It is wonderful to be here again, ഇന്ന് ഇവിടെ വീണ്ടും ആയിരിക്കാൻ ഞാൻ ഒത്തിരി സന്തോഷിക്കുകയാണ്. to be sharing from the Word of God. ദൈവത്തിന്റെ വചനം പങ്കുവെക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. So I'd like to talk about a very important thing.
ഞാനൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ So പോകുന്നത്. today we heard a lot of testimonies. നമ്മൾ ഇന്നിവിടെ ഒത്തിരി സാക്ഷ്യങ്ങൾ കേട്ടു. How many of you are happy to hear the testimonies? ഈ സാക്ഷ്യങ്ങൾ കേട്ടതിൽ എത്ര പേർക്ക് സന്തോഷമുണ്ട്? It proves that our God is a compassionate God നമ്മുടെ ദൈവം കരുണ നിറഞ്ഞവനായ and He's ദൈവം. working still today. ഇന്നും ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. So we heard a lot of testimonies. നമുക്ക് ഒത്തിരി സാക്ഷ്യങ്ങൾ നമ്മുടെ മുൻപേ ഉണ്ട്. Testimonies are basically testifying what Jesus did in their lives. യേശു കർത്താവ് ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളാണ് ഓരോ സാക്ഷ്യങ്ങളും നമ്മളോട് വിളിച്ചു പറയുന്നത്. So today I would like to talk about the compassionate God that we serve. യേശു കർത്താവിൻ്റെ നമ്മളോടുള്ള കരുണയെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയുന്നത്. So let's read a verse. Let's read Mark 10 verses 46 to 52. ഈ സമയത്ത് മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 46 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Let's all turn our Bibles to Mark 10 verse 46. എല്ലാവരും ബൈബിളുകൾ എടുത്ത് മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് നമുക്ക് പോകാം. Then they came to Jericho. As Jesus and his disciples together with a large crowd were leaving the city, a blind man named Bartimaeus, which means son of Timaeus, was sitting by the roadside begging. പിന്നീട് അവർ യെരിഹോവിലെത്തി യേശുവും ശിഷ്യന്മാരും ഒരു വലിയ ജനക്കൂട്ടത്തിനൊപ്പം നഗരം വിട്ടുപോകുമ്പോൾ തീമായിയുടെ മകനായ ബർത്തിമായി എന്ന അന്ധനായ മനുഷ്യൻ ഭിക്ഷ യാചിച്ചുകൊണ്ട് വഴിയരികിൽ ഇരിക്കുകയായിരുന്നു. Verse 47 it says, when he heard that it was Jesus of Nazareth, he began to shout, Jesus, son of David, have mercy on me. Many rebuked him and told him to be quiet, but he shouted all the more, Son of David, have mercy on me. 47-ാമത്തെ വാക്യം, അത് നസ്രായനായ യേശു ആകുന്നു എന്ന് കേട്ടപ്പോൾ അയാൾ യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. Verse 49 it says, Jesus stopped and said, call him. So they called to the blind man, cheer up, on your feet, he is calling you. Throwing his cloak aside, he jumped to his feet and came to Jesus. മിണ്ടാതിരിക്കുവാനും പലരും അയാളെ ശാസിച്ചു. എന്നാൽ അയാൾ ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് അധികം ഉച്ചത്തിൽ നിലവിളിച്ചു. Verse 51 it says, what do you want me to do for you? Jesus asked him. The blind man said, Rabbi, I want to see. Go, said Jesus, your faith has healed you. Immediately he received his sight and followed Jesus along the road. 51-ാമത്തെ വാക്യം, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ആഗ്രഹിക്കുന്നത്? യേശു ചോദിച്ചു. അന്ധനായ മനുഷ്യൻ, ഗുരു, എനിക്ക് കാഴ്ച കിട്ടണം എന്ന് പറഞ്ഞു. So this story is basically about a man named Bartimaeus. ഇത് ബർത്തിമായി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു കഥയാണ്. He was living in a very old city called Jericho. യെരിഹോ എന്ന് പറയുന്ന വളരെ ഒരു പഴയ ഒരു പട്ടണത്തിലാണ് അദ്ദേഹം So താമസിച്ചത്. Jesus along with his disciples and many other followers were passing through that city. യേശുവും തന്റെ ശിഷ്യന്മാരും ഈ യെരിഹോ എന്ന പട്ടണത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. So a lot of people were following Jesus and they were about to leave the city. ഒത്തിരി ആളുകൾ യേശുവിനെ പിൻഗമിച്ചുകൊണ്ടിരുന്നു. അവർ സിറ്റി കഴിഞ്ഞ് അവർ പുറത്തേക്ക് പോകാൻ So പോവുകയായിരുന്നു. this man Bartimaeus was a blind man. ഈ ബർത്തിമായി കാഴ്ചയില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. So because he was blind, he had no job, so he was a very poor man too. He was a beggar. ഈ അദ്ദേഹം അന്ധനായിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ജോലിയില്ലായിരുന്നു. അദ്ദേഹം സാധാരണയായി യാചകനായി അദ്ദേഹം ജീവിതം കഴിച്ചു പോകുന്നു. He was a beggar, so he did not have any work and he spent all his time in the roadside getting sympathy from others. അദ്ദേഹം വഴിയരികിലൊക്കെ ഇരുന്ന് മറ്റുള്ളവരുടെ കരുണയ്ക്ക് വേണ്ടി, മറ്റുള്ളവരുടെ സിമ്പതിക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് അദ്ദേഹം ഓരോ വഴിയരികളിലും ഇരുന്നു. So when he heard that Jesus of Nazareth was passing through that city, he was very happy. അദ്ദേഹം ഈ യേശു കർത്താവ് ഈ യെരിഹോ പട്ടണത്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ ഈ ബർത്തിമായിക്ക് ഒത്തിരി സന്തോഷം തോന്നുവാനിടയായി He തീർന്നു. wanted to get healed from his blindness. അദ്ദേഹത്തിന് തൻ്റെ കാഴ്ചയില്ലാത്ത അവസ്ഥയിൽ നിന്നൊരു സൗഖ്യം വേണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. So he cried out, Jesus, son of David, have mercy on me. ഈ ബർത്തിമായി വിളിച്ചു പറഞ്ഞു, യേശു കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. So all the other people following Jesus, they said, keep quiet, Bartimaeus, you're not supposed to talk. യേശു കർത്താവിനെ പിൻഗമിച്ചുകൊണ്ടിരുന്ന യേശു കർത്താവിന്റെ ശിഷ്യന്മാരും മറ്റുള്ളവരും ബർത്തിമായിയോട് പറഞ്ഞു, നീ മിണ്ടാതിരിക്കുക, ഗുരുവിനെ ഒത്തിരി ശല്യപ്പെടുത്തരുത്. They rebuked him and they spat at him. അദ്ദേഹം അവരൊത്തിരി വഴക്ക് പറഞ്ഞ് അവനെ അമർച്ച ചെയ്യുവാൻ വേണ്ടി അവരൊത്തിരി ശ്രമിച്ചു. But the Bible says Bartimaeus
started shouting even more louder. എന്നാൽ ബൈബിൾ പറയുന്നത് അവരങ്ങനെ പറഞ്ഞപ്പോൾ, അവരോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പോൾ, ബർത്തിമായി കൂടുതൽ ശബ്ദത്തിൽ യേശുവിനെ വിളിക്കുവാൻ തുടങ്ങി. Hallelujah. Hallelujah. He did not care what others thought of him. മറ്റുള്ളവർ എന്താണ് ചിന്തിക്കുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കിയില്ല. He was not ashamed of calling upon the name of Jesus. യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നതിൽ ഒരു മാനക്കേട് അദ്ദേഹം കണ്ടില്ല. He wanted to get healed and it was his need, so he called upon the name of Jesus. അവന്റെ ആവശ്യമായിരുന്നു ഒരു സൗഖ്യം വേണമെന്നുള്ളത്, ഒരു വിടുതൽ വേണമെന്നുള്ളത്. അതുകൊണ്ട് അവൻ മറ്റുള്ളവരെ നോക്കാതെ ഉറക്കെ യേശുവേ എന്ന് വിളിക്കുവാൻ തുടങ്ങി. Hallelujah. Are you with me today this morning? നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്. So Bartimaeus called the name of Jesus. ബർത്തിമായി യേശുവിന്റെ പേര് വിളിക്കുവാൻ തുടങ്ങി. And when Jesus heard him, he immediately stopped and he turned back. ഈ യേശു കർത്താവ് ബർത്തിമായിയുടെ വിളി കേട്ട മാത്രമേ തന്നെ അവിടെ നിന്നുകൊണ്ട് ഈ ബർത്തിമായിക്ക് വേണ്ടി ആ കാര്യങ്ങൾ ചെയ്യുവാൻ തുടങ്ങി. So he told the other people to call Bartimaeus and call him. മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞു, ബർത്തിമായി എൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ പറഞ്ഞു. And Bartimaeus took that opportunity and he ran to Jesus. ആ ബർത്തിമായി അവസരം ശരിയായി മുതലാക്കിക്കൊണ്ട് യേശുവിന്റെ അടുക്കിലേക്ക് ഓടി ചെല്ലുവാൻ ഇടയായി. He ran with an expectant heart. യേശുവിന്റെ അടുക്കിലേക്ക് വളരെ പ്രതീക്ഷയുള്ള ഒരു ഹൃദയമായിട്ടാണ് ബർത്തിമായി ഓടിച്ചെന്നത്. He ran with faith. ബർത്തിമായി വളരെ വിശ്വാസത്തോടു കൂടിയാണ് ഓടിച്ചത്. He ran with the belief that Jesus was able to heal him. അവൻ ഓടിച്ചെന്നത് എന്തുകൊണ്ടെന്നറിയാമോ? യേശു കർത്താവിനെ പൂർണ്ണമായി സൗഖ്യമാക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ്. And then he came to Jesus and Jesus asked him, "What do you want, Bartimaeus?" യേശുവിന്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ ഈ ബർത്തിമായോട് യേശു കർത്താവ് ചോദിച്ചു, നിനക്ക് എന്താണ് ഞാൻ ചെയ്തു തരേണ്ടത്? Jesus knew his need, obviously. യേശുവിന് അവന്റെ ആവശ്യം എന്താണെന്ന് യേശുവിന് അറിയാമായിരുന്നു. But he wanted to test his faith. എന്നാൽ യേശുവിന് അവന്റെ വിശ്വാസം ഒന്ന് പരിശോധിച്ചറിയണമായിരുന്നു. So he asked, "What do you want, Bartimaeus?" And he said, "I want to see, Lord." അതുകൊണ്ട് യേശു കർത്താവ് ബർത്തിമായോട് ചോദിച്ചു, എന്താണ് നിനക്ക് വേണ്ടത്? ബർത്തിമായി പറഞ്ഞു, എനിക്ക് കാണണമെന്ന് പറഞ്ഞു. Immediately Jesus said, "Go son, your faith has made you healed." യേശു കർത്താവ് അപ്പോൾ തന്നെ പറഞ്ഞു, പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു. Bartimaeus was instantly healed. ഈ ബർത്തിമായി ആ സമയത്ത് തന്നെ ആ ക്ഷണ നേരത്തിൽ തന്നെ സൗഖ്യമാകുവാൻ ഇടയായി തീർന്നു. Hallelujah. 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 How many of you excited this morning? എത്ര പേർ ഇന്ന് യേശുവിൽ നിന്ന് വലിയ പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്നുണ്ട്? Amen. So Bartimaeus was a beggar. ബർത്തിമായി ഒരു യാചകനായിരുന്നു. He was a very poor person. He did not have any money. ഈ ബർത്തിമായി വളരെ ദരിദ്രനായ വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ കൈവശം പണമൊന്നും ഉണ്ടായിരുന്നില്ല. He begged because he could not see. അദ്ദേഹത്തിന് കാഴ്ചയില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം യാചകനായി തീർന്നത്. He begged because he did not have any work. അദ്ദേഹത്തിന് ജോലി ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം യാചകനായി തീർന്നത്. He begged to earn a livelihood. അദ്ദേഹത്തിന്റെ ജീവിത സന്ധാരണത്തിന് വേണ്ടിയാണ് അദ്ദേഹം യാചിക്കുവാൻ ഇടയായി He തീർന്നത്. depended upon the sympathy of people to earn a livelihood. അദ്ദേഹം മറ്റുള്ളവരുടെ സിമ്പതിക്ക് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ മുൻപിൽ യാചിക്കുവാൻ ഇടയായി തീർന്നു. But he was always cursed and rebuked. എന്നാൽ മറ്റുള്ള ആളുകൾ ചെയ്തത് ഇവനെ കണ്ടുകൊണ്ട് ശപിക്കുവാനും അവനെ ശാസിക്കുന്ന ഒരു അവസ്ഥയാണ് എല്ലാവരും അവനോട് People ചെയ്തിരുന്നത്. spat at him. അദ്ദേഹത്തെ തുപ്പുവാൻ ഇടയായി തീർന്നു. They would say, "Chi Bartimaeus, go out of my way." ബർത്തിമായി എന്റെ അടുത്ത് നിന്ന് പോകൂ എന്ന് ആളുകൾ പറഞ്ഞു. This was his life. അതായിരുന്നു അവന്റെ ജീവിതം. His life was in ruins. അവന്റെ ജീവിതം വളരെ നാശത്തിന്റെ There അവസ്ഥയിലായിരുന്നു. was no happiness whatsoever in his life. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സന്തോഷം എന്നത് അത് കണി കാണുവാനേ ഇല്ലായിരുന്നു. There was no joy, no hope remaining in his life. അവന്റെ ഹൃദയത്തിൽ സന്തോഷമില്ല, സമാധാനമില്ല, ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു ബർത്തിമായി And ജീവിച്ചിരുന്നത്. from that situation, Jesus healed him. ആ അവസ്ഥയിൽ നിന്നാണ് യേശു കർത്താവ് ബർത്തിമായി Amen. സൗഖ്യമാക്കിയത്. And from that situation, he called upon the name of Jesus. അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നാണ് ബർത്തിമായി യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുവാൻ തുടങ്ങിയത്. Listen to me, brothers and sisters, today. എല്ലാ സഹോദര സഹോദരിമാരെ എന്നെ ശ്രദ്ധിച്ചാൽ You might be in a very similar situation to him. ഇതേപോലെയുള്ള ഒരു അവസ്ഥയിലൂടെ ആയിരിക്കും നീ ഒരു പക്ഷേ ഇന്ന് കടന്നു പോകുന്നത്. Your entire life might be ruined by a single disease. നിങ്ങളുടെ ജീവിതം മുഴുവൻ ഒരു രോഗത്തിന്റെ കാരണത്താൽ അത് നിങ്ങളുടെ ജീവിതം മുഴുവൻ അതിന്റെ നാശത്തിലേക്ക് Your കൊണ്ടുപോവുകയായിരിക്കും. entire life might be ruined by a single problem. ഒരു വലിയൊരു പ്രശ്നമായിരിക്കാം നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും മോശമായ അവസ്ഥയിലൂടെ കൊണ്ടുപോകുന്നത്. But if you can call upon the name of Jesus from that situation, എന്നാൽ നിങ്ങൾ യേശുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയാണെങ്കിൽ യേശു കർത്താവ് ആ അവസ്ഥയിൽ നിന്ന്, if you can call upon the name of Jesus from that situation, he will reach down and save you. ഈ അവസ്ഥയിൽ നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നീ യേശുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് പൂർണ്ണമായ വിടുതലിലേക്ക് കർത്താവ് നിങ്ങളെ He will കൊണ്ടുവരുന്നതായിരിക്കും. reach down and heal you.
യേശു കർത്താവ് നിങ്ങളുടെ അടുത്തിലേക്ക് വന്ന് നിങ്ങളെ സൗഖ്യമാക്കുന്നതാണ്. So whatever situation you might be in, നീ ഏത് അവസ്ഥയിലൂടെ ആയിരിക്കും ഇന്ന് കടന്നു പോകുന്നതെങ്കിലും there is only one person who can save you. ഒരു വ്യക്തിക്ക് മാത്രമേ നിങ്ങളെ പൂർണ്ണമായി ആ പ്രശ്നത്തിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയൂ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തിരുവനന്തപുരം ആഗസ്റ്റ് 21 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ബിഷപ്പ് പെരേര ഹാൾ, നന്ദാവനം റോഡ്, പാളയം, തിരുവനന്തപുരം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പുനലൂർ ആഗസ്റ്റ് 22 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. എബ്നേസർ ഓഡിറ്റോറിയം, ബിഷപ്പ് ഹൗസിന് സമീപം, പൈനാപ്പിൾ ജംഗ്ഷൻ, പുനലൂർ. നമുക്കിപ്പോൾ വിശ്വാസത്തോടെ എല്ലാവർക്കും ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ ബ്ലെസ്സിംഗ് ടുഡേ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ദൈവികമായ സൗഖ്യങ്ങളെ കർത്താവെ അങ്ങ് നൽകണമേ. പ്രത്യേകിച്ച് സ്പോണ്ടിലോസിസ് എന്ന രോഗത്താൽ പ്രയാസപ്പെടുന്ന വ്യക്തികളെ യേശു ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ആ സൗഖ്യം നടക്കട്ടെ. ഇൻ ജീസസ് നെയിം. ആശ എന്നു പേരുള്ളൊരു സഹോദരിയെ സ്പോണ്ടിലൈറ്റിസിൽ നിന്ന് പരിപൂർണ്ണ സൗഖ്യം കർത്താവ് നൽകുകയാണ്. ഇൻ ജീസസ് നെയിം. താങ്ക് യു ഫാദർ. അതുപോലെ അസ്ഥികൾ മുഴുവൻ ഭയങ്കരമായ വേദനയുള്ള ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം. അതുപോലെ പാരമ്പര്യമായ ഹെറിഡിറ്ററി ഡിസീസസ്, പരമ്പരാഗതമായുള്ള ചില രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ അത് പൂർണ്ണമായും മാറിപ്പോകട്ടെ. ആസ്മ രോഗം സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. താങ്ക് യു ലോർഡ്. പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു സഹോദരി, ഉദരത്തിൽ കുഞ്ഞുണ്ട്, പക്ഷേ ആ കുഞ്ഞിന് സാരമായ എന്തോ കുഴപ്പമുണ്ട് എന്ന റിപ്പോർട്ട് കണ്ട് വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു സഹോദരിയെ കർത്താവ് കാണുന്നു. വലിയ ദുഃഖത്തിലാണ്, കുടുംബം മുഴുവൻ ദുഃഖത്തിലാണ്. എന്നാൽ യേശുവിൻ്റെ കരം കർത്താവെ ആ രൂപമായിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ പൂർണ്ണതയിൽ എത്തിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. മറ്റൊരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ലേഡി, കുഞ്ഞ് വളരുന്നതിനോടൊപ്പം ഒരു ഫൈബ്രോയിഡ് കൂടെ, ഒരു മുഴ കൂടെ അതിനോടൊപ്പം വളരുന്നു. അതിനാൽ പ്രയാസപ്പെടുന്ന ആ സഹോദരി യേശുവിൻ്റെ നാമത്തിൽ യാതൊരു പ്രയാസവും കൂടാതെ തന്നെ ആ കുഞ്ഞ് പുറത്തു വരട്ടെ. താങ്ക് യു ലോർഡ്. ഇൻ ജീസസ് നെയിം. താങ്ക് യു ഫാദർ. അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ വലിയ പ്രയാസങ്ങൾ ഒക്കെ കുടുംബജീവിതത്തിൽ അനുഭവിക്കുന്ന ചിലരെയും കർത്താവ് ശാന്തത നൽകി അനുഗ്രഹിക്കുന്നു. താങ്ക് യു ലോർഡ്. നിങ്ങളെ പ്രയാസവും വിഷയവും എന്താണെങ്കിലും ഇപ്പോൾ ഈ സ്ക്രീനിലേക്ക് കൈ നീട്ടിപ്പിടിച്ചുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവെ, അങ്ങ് കരുണയുള്ള മനസ്സലിയുള്ള ദൈവമാണ്. ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണമേ. വിഷയങ്ങൾക്ക് മറുപടി നൽകി, സമാധാനം നൽകി, ആശ്വാസം നൽകി, ഒരു മേൽഗതി നൽകി ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവ് പൈതങ്ങളെ നൽകണമേ. ഞങ്ങളെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിംഗ് ടുഡേ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ബ്ലെസ്സിംഗ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും ഇന്ന് തന്നെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയുകയും അവരും ഇത് കാണാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. നമ്മുടെ പ്രസിദ്ധീകരണ വിഭാഗത്തിൽ നിന്നും പബ്ലിഷ് ചെയ്യപ്പെട്ടുള്ള എൻ്റെ പ്രാർത്ഥന ഡയറി ഇംഗ്ലീഷിലും മലയാളത്തിലും അത് ലഭ്യമാണ്. വിന്നേഴ്സ് ഫാക്ട് വിദ്യാർത്ഥികൾക്കുള്ള ഒരു മോട്ടിവേഷണൽ ഗൈഡാണ്, ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാണ്. ആശിഷമാരി എന്ന പുസ്തകം ലഭ്യമാണ്. മറ്റ് പല പുസ്തകങ്ങളും അതുപോലെ CD-കളും ഒക്കെ ലഭ്യമാണ്. സ്ക്രീൻ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് വിശദാംശങ്ങൾ തിരക്കാവുന്നതാണ്. അതുകൂടാതെ ഓൺലൈനായി വെബ്സൈറ്റിൽ നിങ്ങൾക്ക് സന്ദർശിച്ചാൽ അതിൻ്റെ വിശദാംശങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഈ ആഴ്ചയിൽ തിരുവനന്തപുരത്ത് വെള്ളിയാഴ്ചയും ശനിയാഴ്ച പുനലൂരിലും നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നത്. തീർച്ചയായും നിങ്ങൾ വരണം. അവിടെ വച്ചും
ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കർത്താവ് ധാരാളമായി ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. God bless you all. Bye-bye. Brother Damien ministering in USA. Festival of Blessing, Santiago. September 11th, Friday, 7:30 p.m. September 12th, Saturday, 10:30 a.m. and 6:30 p.m. September 13th, Sunday, 11 a.m. India Christian Fellowship, Santiago. 13501 Community Road, Poway, California, 92064. Call 562-8240-137. New York Blessing Festival. September 19th, Saturday, 6 p.m. St. Paul's International Lutheran Church, 26222 Union Turnpike, Floral Park, Queens, New York, 11004. Call 917-855-2024. Jesus Christ Exalted, Philadelphia, September 20th, Sunday, 6:30 p.m. New Life Community Church, 2680 Huntington Pike, Huntington Valley, Pennsylvania, 19006. Call 21568-03572.